Hi, dear students. Now we are talking about accounting equation. What is accounting equation? Accounting equation is assets equals liabilities plus capital. Assets equals liabilities plus capital. എന്താണിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷന് പുറകെ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്ന ഫലം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ അസറ്റും അതുപോലെ തന്നെ മറ്റു ഭാഗത്ത് ലാബിലിറ്റീസും ക്യാപിറ്റലും രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തുല്യമായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഒരു ഭാഗത്ത് നമ്മൾ അസറ്റ് വെച്ചു, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു തട്ടിൽ നമ്മൾ അസറ്റ് വെച്ചു, മറ്റൊരു തട്ടിൽ നമ്മൾ ലാബിലിറ്റീസും ക്യാപിറ്റലും വെച്ചു. അങ്ങനെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു സൈഡ്, അതായത് അസറ്റ് എല്ലാം കൂട്ടിയെടുത്താൽ അതിന് തുല്യമായിരിക്കും ഏത് ലാബിലിറ്റീസും ക്യാപിറ്റലും എല്ലാം കൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. സാധാരണ നമ്മൾ എന്താണ് ഒരു ത്രാസ് സങ്കല്പിക്കുക. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടിട്ടുള്ള പോലെ ഒരു നമ്മളെ കടയിലൊക്കെ പണ്ടുണ്ടായിരുന്ന ത്രാസ് ബാലൻസ്, അത് നമ്മൾ എടുത്തിട്ട് അതിൽ ഒരു ഭാഗത്ത് നമ്മൾ അസറ്റ്സ് വെച്ചു, മറ്റൊരു ഭാഗത്ത് ഒരു സ്ഥാപനത്തിന് ലാബിലിറ്റീസ് ക്യാപിറ്റലും വെച്ച് കഴിഞ്ഞാൽ രണ്ടും തുല്യമായിരിക്കും എന്നാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പറയുന്നത്. ഇനി നമുക്ക് അത് ഓരോ എക്സാമ്പിൾ വെച്ച് ഇത് കറക്റ്റ് ആകുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറച്ച് അക്കൗണ്ടിങ് ഇക്വേഷൻസ് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ആണ് തന്നിട്ടുള്ളത്. ഈ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി ഇതിൽ ചെയ്തു വെച്ചതാണ്. നമുക്കൊരു എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഫുള്ള് നമ്മൾ വായിക്കുക. ആ ക്വസ്റ്റ്യൻ ഫുള്ള് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിക്കുമ്പോൾ അതിൽ ഏതൊക്കെ അസറ്റ് ഉണ്ട്, ഏതൊക്കെ ലാബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. എന്നിട്ട് ചിത്രത്തിൽ ഈ കാണുന്ന പോലെ ഇവിടെ അസറ്റ്സിന്റെ താഴെ ഏതൊക്കെ അസറ്റ് ഉണ്ടോ ആ അസറ്റിന്റെ ഒക്കെ പേര് എഴുതുക. ലാബിലിറ്റീസിന്റെ താഴെ ഏതൊക്കെ ലാബിലിറ്റീസ് ഉണ്ടോ അതിന്റെ പേരും ക്യാപിറ്റലും കൊടുക്കുക. എന്നിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. എന്താണ് നമുക്ക് സംഭവിക്കുന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഒരു ട്രാൻസാക്ഷൻ നമുക്ക് എടുക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹40,000. കണ്ടില്ലേ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എങ്ങനെ? വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹40,000. 40,000 രൂപ കൊണ്ട് ഒരാൾ ബിസിനസ് തുടങ്ങി എന്നാ പറഞ്ഞു. എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒരാള് ബിസിനസ്സിലേക്ക് 40,000 രൂപ കൊണ്ടുവന്നാൽ അതിനെയാണ് അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അയാൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ആ ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റലായിട്ട് എന്താ കൊണ്ടുവന്നത്? ഇവിടെ ക്യാഷ് ആണ്. പ്രത്യേകം പറഞ്ഞിട്ടില്ല. അസറ്റ് എന്ന് പറഞ്ഞിട്ട് അസറ്റ് ആയിരിക്കും, ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാഷ് ആയിരിക്കും, ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അത് ക്യാഷ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോ 40,000 രൂപ അയാള് ക്യാപിറ്റൽ കൊണ്ടുവന്നു, ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും അവിടെ ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ്സിന് 40,000 രൂപ കൂടി, ക്യാപിറ്റൽ എന്ന് പറയുന്നതും 40,000 രൂപ കൂടി. നമുക്ക് നോക്കാം ഈ ഒരു ട്രാൻസാക്ഷന്റെ എഫക്റ്റ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 40,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന ക്യാഷ് ആയതുകൊണ്ട് ക്യാഷ് എന്ന് പറയുന്ന കോളത്തില് നമ്മൾ 40,000 കൊടുത്തു അസറ്റിന്റെ താഴെ. അതേപോലെ തന്നെ ക്യാപിറ്റൽ ആണ് കൊണ്ടുവന്നത്, ക്യാപിറ്റൽ 40,000 രൂപ നമ്മൾ കൊടുത്തു. ഓക്കെ, 40,000 രൂപ കൊടുത്തു. ഇപ്പൊ ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞ ശേഷം എന്താണ് നമ്മുടെ ബിസിനസ്സിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ക്യാഷ് 40,000, ഓക്കെ, ക്യാപിറ്റൽ 40,000. റെഡി അല്ലേ? അതായത് ഇവിടെ ടോട്ടൽ എന്ന് പറയുന്ന കോളം ഓട്ടോമാറ്റിക്കലി ഫില്ലായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എല്ലാ അസറ്റുകളും കൂട്ടിയിട്ട് ഇവിടെ ടോട്ടൽ ഇട്ടു, എല്ലാ രണ്ട് ലാബിലിറ്റീസും ക്യാപിറ്റലും കൂട്ടിയിട്ട് ഞാനിവിടെ ടോട്ടൽ ഇട്ടു. അതുകൊണ്ട് അതായത് ഫോർമുലയാണ്, എക്സലിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ ഫോർമുലയാണ്, ഓട്ടോമാറ്റിക്കലി അത് ടോട്ടൽ കറക്റ്റ് ആയി വന്നു. അപ്പൊ നോക്കുക, അസറ്റ് സൈഡ് 40,000, ലാബിലിറ്റി സൈഡ് 40,000. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ട്രാൻസാക്ഷൻ എടുത്തുക. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹20,000.
ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങിച്ചു എന്നാ പറഞ്ഞത്. ക്യാഷ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് കയ്യിൽ നിന്ന് പോയി, ബിസിനസ് നിന്ന് ക്യാഷ് പോയി, ക്യാഷ് കുറഞ്ഞു അല്ലേ? അപ്പോ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് 20,000 രൂപ കുറഞ്ഞു. അപ്പൊ ക്യാഷ് എന്ന് പറയുന്നിടത്ത് നമുക്ക് 20,000 രൂപ കുറച്ച് എഴുതണം. ഓക്കെ, -20,000 നമ്മൾ കൊടുത്തു. അതേ സമയം നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്തപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എന്താ വന്നത്? ഇങ്ങോട്ട് വന്ന് ഗുഡ്സ് ആണ്. ഗുഡ്സ് അല്ലേ നമ്മൾ പർച്ചേസ് ചെയ്ത്. ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഗുഡ്സ് ഇങ്ങോട്ട് വന്നു. അപ്പൊ നമുക്ക് ഗുഡ്സിന്റെ താഴെ ഗുഡ്സ് ഒരു 20,000 രൂപ കൂടി, ക്യാഷ് 20,000 കുറഞ്ഞു. അതേ സമയം ഗുഡ്സ് 20,000 രൂപ കൂടി അല്ലെ? ഇനി നോക്കുക എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചതെന്ന്. ക്യാഷ് 40,000 ഉണ്ടായിരുന്നു. ആ 40,000 20,000 കുറഞ്ഞ് ബാക്കി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് 20,000 ആണ്. ഇപ്പൊ ഗുഡ്സ് പുതുതായിട്ട് 20,000 വന്നു. അപ്പൊ ആ കോളവും 20,000 ആണ്. പിന്നെ ലാബിലിറ്റീസിൽ മാറ്റമൊന്നുമില്ല, ക്യാപിറ്റലിൽ മാറ്റമൊന്നുമില്ല, 40,000 തന്നെയാണ്. ഇപ്പൊ നോക്കുക രണ്ട് സൈഡും. ഇവിടെ ടോട്ടൽ അസറ്റിന്റെ ടോട്ടൽ 40,000, ലാബിലിറ്റീസിന്റെ ടോട്ടൽ 40,000. ഇനി മൂന്നാമത്തെ, പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹15,000. എന്താണ്? കടമായിട്ട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു എന്നാ പറഞ്ഞത്. കടമായിട്ട് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞത്. കടമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകൂല. പക്ഷെ വാങ്ങിച്ചതാണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മുടെ എന്താണ്, ഗുഡ്സ് കൂടും. ഗുഡ്സ് കൂടി. ഗുഡ്സ് എന്ന് പറയുന്ന അസറ്റ് 15,000 കൂടി. കടമായിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ നമ്മൾ ആരടുത്താണോ കടമായിട്ട് വാങ്ങിച്ചത് അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും. അവരെ നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കും. അവര് നമ്മുടെ ലാബിലിറ്റി ആണ്. അപ്പൊ 15,000 രൂപ നമ്മൾ അവർക്ക് കൊടുക്കാനുണ്ട്. അവര് നമ്മളെ ക്രെഡിറ്റേഴ്സ് ആണ്, ലാബിലിറ്റി ആണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റി 15,000 കൂടി. റെഡി അല്ലേ? ഇനി നോക്കുക ഈ ട്രാൻസാക്ഷന് ശേഷം എന്താണ് സംഭവിക്കുന്നത്. ക്യാഷ് 20,000 തന്നെയാണ്, അതിലിപ്പോ മാറ്റൊന്നും വന്നില്ല. ഗുഡ്സ് 20,000 ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, 15,000 കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ 35,000 ആയി. ടോട്ടൽ 55,000 രൂപയുടെ അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ലാബിലിറ്റിയിൽ ഉണ്ടോ നോക്കാം. ലാബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് ഒരു 15,000 പുതിയത് വന്നു. ക്യാപിറ്റൽ ആദ്യമേ ഉള്ള 40,000 രണ്ടും കൂടിയപ്പോ 55,000. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു 55,000 അസറ്റിൽ വന്നു, ലാബിലിറ്റിയിലും 55,000 വന്നു. രണ്ടും തുല്യമാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽസ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സാധനം, ആ ഇക്വേഷൻ ഇവിടെ സാധൂകരിച്ചു. ഇനി നാലാമത്തത്, മെഷീനറി പർച്ചേസ്ഡ് ₹7,000. മെഷീനറി പർച്ചേസ്ഡ് ₹7,000 എന്നാ പറഞ്ഞു. മെഷീനറി നമ്മൾ 7,000 റുപ്പീസിന് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ബിസിനസ്സിൽ മെഷീനറി എന്ന് പറയുന്ന ഒരു അസറ്റ് വന്നു. മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടി. മെഷീനറി എന്ന് പറയുന്ന അസറ്റ് കൂടിയപ്പോ ആ മെഷീനറിയിൽ 7,000. എങ്ങനെയാ വാങ്ങിച്ചത്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചൊന്നും പറയാതെ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിരിക്കായിരിക്കും. അപ്പൊ നമ്മള് ആ മെഷീനറിക്കുള്ള ക്യാഷ് കൊടുത്തു. എത്രയാ? 7,000 രൂപ കൊടുത്തു. അപ്പൊ 7,000 രൂപ എന്ത് ചെയ്തു? കുറഞ്ഞു. ക്യാഷ് കൊടുത്തപ്പോ ക്യാഷ് കുറഞ്ഞു. അപ്പോൾ നോക്കുക, ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോ 20,000 രൂപയാണ് ക്യാഷ് ഉണ്ടായിരുന്നത്. ആ ക്യാഷിൽ നിന്ന് 7,000 കൂടെ കുറഞ്ഞപ്പോ ബാക്കി 13,000 രൂപ. നമ്മുടെ ഗുഡ്സ് ഇപ്പോഴും മാറ്റമൊന്നുമില്ല, 35,000 ആണ്. മെഷീനറി പുതുതായിട്ട് വന്നതുകൊണ്ട് 7,000 വന്നു. ഇനി നമുക്ക് നോക്കാം, നമ്മളെ ക്രെഡിറ്റേഴ്സിൽ മാറ്റില്ല, 15,000 ആണ്. നമ്മളെ ക്യാപിറ്റലിൽ മാറ്റില്ല, 40,000 ആണ് അല്ലേ? അപ്പൊ നോക്കുക, ആ സെറ്റില് 55,000, ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ 55,000. ഇനി അഞ്ചാമത്തെ നമുക്ക് നോക്കാം. അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ എന്താ പറയുന്നത്? അഞ്ചാമത്തെ ട്രാൻസാക്ഷനിൽ പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000 എന്നാ പറഞ്ഞത്. പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 5,000. അപ്പൊ ക്രെഡിറ്റേഴ്സിന് 5,000 രൂപ കൊടുത്തു. നേരത്തെ നമ്മൾ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചപ്പോൾ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് 5,000 രൂപ കൊടുത്തപ്പോൾ
ക്യാഷ് 5000 കുറഞ്ഞു. റെഡി? ദെൻ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെ കൊടുത്ത്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലാബിലിറ്റി ആണ്. അവർക്ക് ക്യാഷ് കൊടുത്തപ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ലാബിലിറ്റി, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ലാബിലിറ്റിയും കുറഞ്ഞില്ലേ? നമ്മൾ പൈസ കൊടുക്കുക, 15000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്, അയാൾക്ക് 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? കൊടുക്കാനുള്ള എമൗണ്ട് കുറയും. അപ്പൊ 13000 രൂപ നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. ഇപ്പൊ 5000 കൂടെ അതിന്ന് പോയപ്പോ നമുക്ക് ബാക്കി 8000 രൂപ. ഗുഡ്സിൽ മാറ്റില്ല, 35000. മെഷീനറിയിൽ മാറ്റില്ല, 7000. ക്രെഡിറ്റേഴ്സ് 15000 ആയിരുന്നു, അതിന് 5000 കുറഞ്ഞപ്പോ ബാക്കി 10000. ക്യാപിറ്റലില് ഇതുവരെ മാറ്റം വന്നില്ല, അത് 40000 ആണ്. ഇപ്പൊ നോക്കുക, ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോ അസറ്റ്സ് 50000ഉം ലാബിലിറ്റീസും ക്യാപിറ്റലും കൂട്ടിയത് 50000ഉം ആണ് വന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വിഡ്രൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. എന്താ? ബിസിനസ്മാൻ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ക്യാഷ് വിഡ്രോ ചെയ്തു എന്നാ പറഞ്ഞത് അല്ലെ? അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ് നിന്ന് ക്യാഷ് എടുത്തു. എത്ര? 3500 രൂപ ബിസിനസ് നിന്ന് എടുത്തു. അപ്പൊ ക്യാഷ് ബിസിനസ് നിന്ന് എടുത്താൽ ബിസിനസ്സിൽ ക്യാഷ് കുറയും. എത്രയാണ് എടുത്തത്? 3500 രൂപ ക്യാഷ് കുറഞ്ഞു. പിന്നെ ഒരു ബിസിനസ് മാൻ ഇവിടുന്ന് ക്യാഷ് അയാളുടെ സ്വന്തം ആവശ്യത്തിന് എടുത്തു കൊണ്ടുപോയാൽ, ക്യാഷ് എടുത്തു കൊണ്ടുപോകാം, അസറ്റ് എടുത്തു കൊണ്ടുപോകാം, ഗുഡ്സ് എടുത്തു കൊണ്ടുപോകാം, അയാളുടെ സ്വന്തം ആവശ്യത്തിനാണ് എടുത്തു കൊണ്ടുപോകുന്നത്. അങ്ങനെ എടുത്തു കൊണ്ടുപോയാൽ അതിനെ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് കുറക്കുകയാണ് ചെയ്യുക. അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്നാ പറയാം. അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ക്യാപിറ്റലും, അയാളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ക്യാപിറ്റലും, ഇവിടുന്ന് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വീട്ടിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നത് എന്താണ്? അയാളുടെ ഡ്രോയിങ്സും ആണ്. അപ്പൊ അയാള് ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുപോയത് 3500 രൂപയാണ്. ഈ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3500 മൈനസ് ആണ്, കുറയാണ് ചെയ്യുന്നത്. അപ്പോ 3500, 8000 നിന്ന് 3500 ക്യാഷ് കുറഞ്ഞപ്പോ ബാക്കി 4500. ഗുഡ്സ് മാറ്റമില്ല, 35000. മെഷീനറി മാറ്റില്ല, എത്ര? 7000. ക്രെഡിറ്റേഴ്സ് 10000 തന്നെ, അതിൽ മാറ്റില്ല. 40000 രൂപയായിരുന്നു നമ്മുടെ ക്യാപിറ്റൽ, അതിന് 3500 കുറഞ്ഞു. അപ്പൊ എത്രയാ? 36500. നോക്കുക, 46500 രൂപയുടെ അസറ്റും ലാബിലിറ്റീസും ക്യാപിറ്റലും കൂടെ കൂട്ടിയപ്പോ 36500 രൂപയുടെ എന്ത് വന്നു? ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും കൂടെ വന്നു. ഇനി 7th വൺ, സോൾഡ് ഗുഡ്സ്. അതില് പറയുന്നുണ്ട് ബ്രാക്കറ്റിൽ, കോസ്റ്റ് ₹8,500 ഫോർ ക്യാഷ് ₹10,000. എന്താ സംഭവിച്ചത്? സാധനങ്ങൾ വിറ്റു. 8500 രൂപയുടെ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വിറ്റു. എന്തിന്? ഫോർ ക്യാഷിന്. എത്രക്കാ വിറ്റത്? 10000 രൂപക്ക്. 8500 രൂപയുടെ സാധനം 10000 രൂപക്ക് നമ്മൾ വിറ്റു. ആർക്ക് വിറ്റു? ആർക്കോ വിറ്റു, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിറ്റു. മനസ്സിലായില്ലേ? 8500 രൂപയുടെ സാധനം നമ്മൾ വിറ്റു എന്നാണ് പറയുന്നത്. ആർക്ക് വിറ്റു? അത് നമ്മൾ വിറ്റത് എന്താണ്? നമ്മുടെ ആർക്കോ വിറ്റിട്ടുണ്ടാവും. നമ്മൾ എന്താണ്? ക്യാഷ് 10000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, ക്യാഷ് 10000 വന്നു, കൂടി. പിന്നെ ഗുഡ്സ് 8500 രൂപയുടെ ഗുഡ്സ് ഒക്കെ കൊടുത്ത് അല്ലെ വിറ്റത്. അപ്പൊ മൈനസ് 8500. 8500 രൂപയുടെ സാധനം വിറ്റിട്ട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് കിട്ടുന്നത് 10000 രൂപയാണ്. 8500 രൂപയുടെ സാധനം വിറ്റാൽ 10000 രൂപ കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1500 രൂപ നമുക്ക് ലാഭം അല്ലെ? 1500 രൂപ നമുക്ക് ലാഭമാണ്. ആ 1500 രൂപ എന്ന് പറയുന്ന ലാഭം എന്ന് പറയുന്നത് ആർക്കുള്ളതാ? ബിസിനസിന്റെ ഓണർക്കുള്ളതാണ്, ബിസിനസിന്റെ ഉടമസ്ഥനുള്ളതാണ്. 1500 രൂപ ബിസിനസിന്റെ ഉടമസ്ഥന്റെ ഫണ്ടായിട്ടുള്ള ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ കൂട്ടണം. അപ്പോ ക്യാഷ് ഈ ട്രാൻസാക്ഷന് ശേഷം ഓൾറെഡി 4500 ഉണ്ടായിരുന്നു. ഇപ്പൊ 10000 കൂടെ വന്നപ്പോ 14500 ആയി. 35000 ആയിരുന്നു എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ
ക്യാഷ് എന്ന് പറയുക, ക്യാഷിലെ ഗുഡ്സ്. ഇതാണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. നമ്മള് ക്യാഷിന് 10,000 രൂപക്ക് സാധനങ്ങൾ ഇട്ടപ്പോൾ ക്യാഷ് 10,000 കൂടി. 8,500 രൂപയുടെ സാധനങ്ങളാണ് നമ്മൾ വിറ്റത്. അപ്പൊ 8,500 രൂപ നമ്മള് ഗുഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് കുറഞ്ഞു. 10,000 8,500 തമ്മിൽ ഡിഫറൻസ് ആയിട്ടുള്ള 1,500 രൂപ പ്രോഫിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പൊ ക്യാഷിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് 14,500 ആയി. 4,500 പ്ലസ് 10,000 35,000 രൂപയാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതിന് 8,500 കുറഞ്ഞപ്പം ബാക്കി 26,500 രൂപ. റെഡിയല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ കയ്യിൽ 7,000 രൂപയുടെ മെഷീനറി ഉണ്ട്. ക്രെഡിറ്റേഴ്സിൽ മാറ്റൊന്നുമില്ല. 10,000 രൂപയാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. അത് 10,000 തന്നെ നമ്മൾ എഴുതി. 36,500 രൂപയായിരുന്നു നമ്മുടെ ക്യാപിറ്റൽ. അത് 1,500 രൂപ കൂടെ പ്രോഫിറ്റ് കൂടിയപ്പോൾ 38,000 ആയി മാറി. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കൂ. ടോട്ടൽ അസറ്റ്സ് 48,000, ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 48,000. ഇനി അടുത്തത് നമുക്ക് നോക്കാം. സോൾഡ് ഗുഡ്സ് കോസ്റ്റ് rupees 3,500 ഓൺ ക്രെഡിറ്റ് 4 rupees 5,000. 5,000 രൂപക്ക് സാധനങ്ങൾ വിറ്റു. എങ്ങനെ? കടമായിട്ടാണ്, ക്യാഷ് ആയിട്ടല്ലോ, അല്ല, കടമായിട്ടാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. 5,000 രൂപക്ക് സാധനങ്ങൾ കടമായിട്ട് വിറ്റു. അപ്പൊ ക്യാഷ് ഒന്നും വന്നില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താ വിറ്റ്? ഗുഡ്സ് ആണ് വിറ്റ്. സോൾഡ് ഗുഡ്സ് എത്ര? 3,500 രൂപ. അപ്പൊ ഗുഡ്സിൽ 3,500 രൂപ കുറഞ്ഞു. കടമായിട്ട് വിറ്റത് കൊണ്ട് നമുക്ക് ഈ വാങ്ങിക്കൊണ്ടുപോയ ആളുകൾ നമുക്ക് പൈസ തരാനാവും. ആ പൈസ നമുക്ക് അവർ തരാനായി കഴിഞ്ഞാൽ അതെന്താണ്? നമ്മുടെ അസറ്റാണ്, അല്ലെ? അസറ്റാണ്. അപ്പോ ആ ഡെപ്റ്റ് അസറ്റിനെ വിളിക്കുന്ന പേര് ഡെപ്റ്റേഴ്സ് എന്നാണ്. 5,000 രൂപ നമ്മൾ ഡെപ്റ്റേഴ്സ് എഴുതി വെച്ചു. പിന്നെ സംഭവിക്കുന്നത് 3,500 രൂപയുടെ സാധനം, നേരത്തെ നമ്മൾ 1,500 ക്യാപിറ്റൽ എഴുതിയിരുന്നില്ല, അതേ അവസ്ഥ തന്നെയാണ്. 3,500 രൂപയുടെ സാധനം 5,000 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ 1,500 രൂപ, അതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 1,500 രൂപ ലാഭമാണ്. ആ ലാഭം നമ്മൾ എന്ത് ചെയ്യണം? ആ ലാഭം നമ്മൾ ആർക്കുള്ളതാ? ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസിന്റെ ഓണർക്കുള്ളതാണ്. അപ്പൊ 1,500 രൂപ നമ്മൾ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടിക്കൊടുക്കണം. ഇത് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്റ്റാറ്റസ് നോക്കാം. 14,500 രൂപ തന്നെ ക്യാഷ്, മാറ്റൊന്നുമില്ല. 26,500 രൂപ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. 3,500 കുറഞ്ഞാൽ ബാക്കി 23,000. ഡെപ്റ്റേഴ്സ് പുതിയ അസറ്റ് ആണ്. 5,000 രൂപ വന്നു. മെഷീനറിയിൽ മാറ്റൊന്നുമില്ല, 7,000 തന്നെയാണ്. ക്രെഡിറ്റേഴ്സ് നമുക്ക് നോക്കാം. 10,000 മാറ്റില്ല. ക്യാപിറ്റൽ 38,000 പ്ലസ് 1,500 39,500. നോക്കുക. അസറ്റ്സ് മൊത്തം 49,500. ലാബിലിറ്റീസും ക്യാപിറ്റലും കൂടെ കൂട്ടിയപ്പോ 49,500 തുല്യമല്ലേ? അതെ. അടുത്തതാണ് പെയ്ഡ് റെന്റ്. വാടക കൊടുത്തു. എത്രയാ? 1,000 രൂപ വാടക കൊടുത്തു കഴിഞ്ഞാൽ 1,000 രൂപ കയ്യിൽ നിന്ന് പോയി, ക്യാഷ് പോയി. അപ്പൊ ക്യാഷ് കുറയും. ക്യാഷ് കുറഞ്ഞു. എന്താ കൊടുത്തത്? വാടകയാണ് കൊടുത്തത്. ഇനി എവിടെ ബാധിക്കുക? വാടക എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ബിസിനസ് നടത്തുന്ന പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ബിസിനസ്സിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകംസ് കൂടിക്കഴിഞ്ഞാൽ, ഇൻകംസ് കൂടുതലും എക്സ്പെൻസ് അതിനേക്കാൾ കുറവുമാണെങ്കിൽ എന്താണ്? ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവും. എക്സ്പെൻസ് കൂടുതലും ഇൻകംസ് അതിനേക്കാൾ കുറവാണെങ്കിൽ ലോസും ഉണ്ടാവും. ഇതാണ് നമ്മൾ പഠിച്ചത്. സ്വാഭാവികമായിട്ടും അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ എക്സ്പെൻസസും ലോസിന്റെ കോൺട്രിബ്യൂഷൻ ആണ്, ലോസിലേക്കുള്ളതാണ്, ലോസിന്റെ ഭാഗമാണ്. ഓരോ ഇൻകംസും പ്രോഫിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റ് ആണെങ്കിൽ ബിസിനസിന്റെ ഓണറുടെ ക്യാപിറ്റൽ കൂടും, അയാൾക്കുള്ളതാണ്, അയാളുടെ ക്യാപിറ്റൽ കൂടും. ലോസ് ആണെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ കുറയും. അപ്പൊ ശരിക്കും ഇവിടെ എക്സ്പെൻസ് ആണ് വന്നത്. അപ്പൊ ലോസിന്റെ പോർഷൻ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അത് ക്യാപിറ്റലിൽ നിന്ന് കുറയും. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കുക, ക്യാഷ് 13,500 ആയിട്ട് മാറി, നമ്മുടെ സ്റ്റോക്ക് 23,000 ആയിട്ട് മാറി. അതിൽ മാറ്റമൊന്നുമില്ല, അതേപോലെ തുടരുന്നു. ഡെപ്റ്റേഴ്സ് 5,000 ആണ്. മെഷീനറി 7,000 ആണ്. ക്രെഡിറ്റേഴ്സ് മാറ്റില്ല, 10,000 ആണ്. 39,000 ഉള്ള നമ്മുടെ
ക്യാപിറ്റൽ 1000 കുറഞ്ഞ് 38,500 മാറി. ഇതാണ് ലാസ്റ്റ് അവസ്ഥ. അപ്പൊ 48,500 രൂപ അസറ്റ്സും ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 48,500 രൂപ. ലാസ്റ്റ് ട്രാൻസാക്ഷനാണ് പറയുന്നത് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ₹2,000. ഡെപ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് 2,000 രൂപ നമുക്ക് കിട്ടി. നോക്കാം, നമുക്ക് ക്യാഷാ കിട്ടിയത് 2,000. ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യാഷ് കൂടും. ക്യാഷ് 2,000 കിട്ടി. ഗുഡ്സിൽ മാറ്റില്ല. ആരാ തന്നത്? ഡെപ്റ്റേഴ്സാ തന്നത് അല്ലെ? ഡെപ്റ്റേഴ്സ് തന്നത് കൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ്, അവര് ക്യാഷ് തന്നാൽ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അസറ്റ് കുറയും. അപ്പൊ 2,000 കുറഞ്ഞു. ഇനി എന്താണ് ഇതിന് ശേഷം സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് 13,500 ഉള്ളത് 2,000 കൂടിയപ്പോൾ 15,500 ആയി. സ്റ്റോക്ക് മാറ്റൊന്നുമില്ല. ഡെപ്റ്റേഴ്സ് നമ്മൾ 2,000 അവരുടെ അടുത്ത് നിന്ന് കിട്ടിയപ്പോൾ അവര് തരാനുള്ള ക്യാഷ് കുറഞ്ഞു, ആ സെറ്റ് കുറഞ്ഞു. അതുകൊണ്ട് കുറച്ചെഴുതി, ബാക്കി 3,000. മെഷീനറിയിൽ മാറ്റല്ല, ക്രെഡിറ്റേഴ്സിൽ മാറ്റല്ല, നമ്മുടെ ക്യാപിറ്റലിൽ മാറ്റല്ല. 38,500. നോക്കുക, ലാസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ 48,500 തന്നെയാണ് ഇവിടെ. അസറ്റ്സ് ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ 48,500. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അസറ്റ്സും ലാബിലിറ്റീസും നമ്മൾ രണ്ട് തട്ടിൽ വെച്ചാൽ, അസറ്റ്സ് ഒരു തട്ടിലും ലാബിലിറ്റീസും ക്യാപിറ്റലും മറ്റൊരു തട്ടിലും വെച്ചാൽ രണ്ടും തുല്യമായിരിക്കും. അത് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും തുല്യമായിരിക്കും. 10 ട്രാൻസാക്ഷൻ വെച്ചപ്പോൾ നമ്മളത് മനസ്സിലാക്കി. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ എന്തുകൊണ്ട് ലാബിലിറ്റിയുടെ കൂടെ കൂട്ടുന്നു? ബിസിനസിന്റെ ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ബിസിനസിന്റെ ഉടമസ്ഥൻ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എന്തുകൊണ്ട് ലാബിലിറ്റിയുടെ കൂടെ കൂട്ടുന്നു, ബാധ്യതയായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അതാണ് നിങ്ങൾ നേരത്തെ തിയറി പഠിച്ചപ്പോൾ പഠിച്ചത്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ തിയറി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചതാ. ആ സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യമാണ് ബിസിനസ് ഓണർ ഹാസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ബിസിനസ്, അല്ലെ ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ. ബിസിനസിന്റെ ഓണറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലനിൽപ്പ് ആർക്കുണ്ട്? ബിസിനസിന്റെ ഓണർക്കുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ബിസിനസിന്റെ പുറമേ ഉള്ള ആളാണ് ആര്? ബിസിനസിന്റെ ഓണർ. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യം, ക്യാഷ് എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമ്മുടെ ലാബിലിറ്റി ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലാബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഈ ഒരു അക്കൗണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.